അമാഗി മീഡിയ ലാബ്സ് അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി 2008 സ്റ്റാർട്ട് ചെയ്തത്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മീഡിയകൾക്ക് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ബ്രോഡ്കാസ്റ്റിനും ഒക്കെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സെപ്റ്റംബർ 2025 കണക്കനുസരിച്ച് കമ്പനിക്ക് 40 കൺട്രികളിലാണ് ഓഫീസുകളുള്ളത്. കമ്പനി മെയിൻ കസ്റ്റമേഴ്സ് കമ്പനിയുടെ മെയിൻ കസ്റ്റമേഴ്സ് നോക്കുവാണെങ്കിൽ വിവോ, ലയൺസ്ഗേറ്റ് സ്റ്റുഡിയോ, റോഗു, ട്രേഡ് ഡെസ്ക്, അതുപോലെ ജിയോ ആർട്സ് ഒക്കെയാണ് കമ്പനിയുടെ മെയിൻ കസ്റ്റമേഴ്സ്. IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇഷ്യൂ സൈസ് വരുന്നത് 1789 കോടിയാണ്. IPO ടൈപ്പ് വരുന്ന മെയിൻ ബോർഡാണ്. അതായത് കമ്പനി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 7809 കോടിയാണ്. പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ 343 തൊട്ട് 361 രൂപ വരെയാണ്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റവന്യൂ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 1162 കോടിയാണ്. ലോട്ട് സൈസ് നോക്കുവാണെങ്കിൽ 41 ഷെയർസ് ആണ് വരുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 30.7%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 14,063 രൂപയാണ്. പ്രീ അപ്ലൈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി 12 മുതലാണ്. ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 13 മുതലാണ്. ബിഡിംഗ് എൻഡ് ചെയ്യുന്നത് ജനുവരി 16 അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് ജനുവരി 19 റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ് വരുന്നത് ജനുവരി 20 അതുപോലെ ഡിമാറ്റ് ട്രാൻസ്ഫർ ഡേറ്റും വരുന്നത് ജനുവരി 20 അതുപോലെ കമ്പനിയുടെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത് ജനുവരി 21 കമ്പനിക്ക് IPO ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഫണ്ടിൽ 81% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് 667 കോടിയും ടെക്നോളജി ആൻഡ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബാലൻസ് വരുന്ന 18% കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റവന്യൂ കണ്ടു നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2023 കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 680 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 879 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 കമ്പനിയുടെ റവന്യൂ എത്രയാണ്? 1162 കോടിയാണ്. നമുക്ക് 3 വർഷത്തെ കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും റവന്യൂ 3 വർഷം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ EBIT നോക്കുവാണെങ്കിൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ നോക്കുവാണെങ്കിൽ ആദ്യത്തെ 2 വർഷം ഫിനാൻഷ്യൽ ഇയർ 2023 2024 നെഗറ്റീവ് ആണ് വരുന്നത്. 2023 140 കോടി നെഗറ്റീവ് ആണ് EBIT വരുന്നത്. അതുപോലെ 2024 ഫിനാൻഷ്യൽ ഇയറിൽ 155 കോടി നെഗറ്റീവ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ 2025 നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ആണ്. ഒരു 23 കോടി പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 3 വർഷം നമുക്ക് നെഗറ്റീവ് ആണ് കാണാൻ സാധിക്കുന്നത്. 2023 321 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നെഗറ്റീവ് ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കമ്പനിക്ക് 3 വർഷം നെറ്റ് ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 2023 321 കോടിയും 2024 245 കോടിയും 2025 ആയപ്പോഴത്തേക്കും ലോസ് കുറഞ്ഞതായിട്ട് കാണാം. 2023 321 2024 ഇത് 245 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2025 ആയപ്പോഴത്തേക്കും 68 കോടിയാണ് കമ്പനിക്ക് നെറ്റ് ലോസ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ കമ്പനിയുടെ അസറ്റ് നോക്കുവാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2023 1045 കോടിയായിരുന്നു കമ്പനിയുടെ അസറ്റിന്റെ ടോട്ടൽ. അതുപോലെ തന്നെ 2024 ആയപ്പോഴത്തേനും അത് 1308 ആയിട്ട് ചെറുതായിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2025 ആയപ്പോഴത്തേനും 1424 ആയിട്ട് 2024 കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് കമ്പനിയെ സെയിം സെക്ടറിലുള്ള കമ്പനികളായിട്ടും അതുപോലെ സെക്ടറിൽ ആവറേജുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 7809 കോടിയാണ്. സെക്ടറിൽ ആവറേജ് എത്രയാണ് വരുന്നത്? 14720 കോടിയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 11,72,116 കോടിയാണ്. ഇൻഫോസിസ് ലിമിറ്റഡിന്റെയോ 6,45,633 കോടിയാണ്. HCL ടെക്നോളജി ലിമിറ്റഡിന്റെയോ 4,51,170 ആണ്. ഈ കമ്പാരിസൺ എടുത്തേക്കുന്ന 3 കമ്പനിയും നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയേക്കാൾ ലാർജ് സ്കെയിൽ കമ്പനിയാണ്. നമ്മൾ ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. ഈ 3 കമ്പനികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഈ കമ്പനി ഒരു സ്മോൾ സ്കെയിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻ നമ്മൾ ഈ കമ്പാരിസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സെക്ടറൽ ആവറേജിനേക്കാളും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കുറവാണ്. അപ്പോൾ നമുക്ക് റവന്യൂ കണ്ടു നോക്കാം. കമ്പനിയുടെ റവന്യൂ എത്രയാണ്? 1162 കോടിയാണ്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 2461 കോടിയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡിന്റെ റവന്യൂ എത്രയാണ്? 2,55,324 കോടിയാണ്. ഇൻഫോസിസ് ലിമിറ്റഡിന്റെയോ 1,62,990 കോടിയാണ്. HCL ടെക്നോളജി ലിമിറ്റഡിന്റെയോ
1,17,055 കോടിയാണ്. നമുക്ക് സെക്ടറിൽ നോക്കുമ്പോൾ കമ്പനി കമ്പാരിസൺ നോക്കുമ്പോഴത്തേനും കമ്പനിക്ക് റവന്യൂ കമ്പാരിറ്റീവ്ലി കുറവാണ്. 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ വരുന്നത് 30.7%. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 0.05% ആണ് വരുന്നത്. അപ്പം 3 വർഷത്തെ ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പാറ്റ് നോക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം കമ്പനിക്ക് ലോസ് ആണ് വന്നിരുന്നത്. ഒരു 68 കോടി രൂപ കമ്പനിക്ക് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നെറ്റ് ലോസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ സെക്ടറൽ ആവറേജ് നോക്കുകയാണെങ്കിൽ 373 കോടിയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡിന്റെ കഴിഞ്ഞ വർഷത്തെ പാറ്റ് നോക്കുകയാണെങ്കിൽ 48,797 കോടിയാണ്. ഇൻഫോസിസ് ലിമിറ്റഡിന്റെ 26,750 കോടിയാണ്. HCL ടെക്നോളജി ലിമിറ്റഡിന്റെ 17,399 കോടിയാണ്. സെക്ടറൽ ആവറേജിനേക്കാളും അതുപോലെ കമ്പനിയുടെ കമ്പാരിസൺ വെച്ച് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറവാണ്. ഓൾമോസ്റ്റ് കമ്പനിക്ക് നെഗറ്റീവ് ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ഓൾറെഡി കണ്ടതാണ്. പി റേഷ്യോ നോക്കുവാണെങ്കിലോ കമ്പനിയുടെ പി റേഷ്യോ വരുന്നത് നെഗറ്റീവ് 103.74 ഈ സെക്ടറിന്റെ എത്രയാണ് വരുന്നത്? 148 വരുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡിന്റെ 23 വരുന്നത്. ഇൻഫോസിസ് ലിമിറ്റഡിന്റെ 23 വരുന്നത്. HCL ടെക്നോളജി ലിമിറ്റഡിന്റെ 26 വരുന്നത്. കമ്പാരിസൺ നോക്കുവാണെങ്കിൽ സെക്ടറൽ ആവറേജിനേക്കാളും കുറച്ച് കുറവാണ് നമ്മുടെ ഈ കമ്പനിയുടെ പി റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി PE കൂടുതലാണ്. അപ്പം കമ്പനിക്ക് ഒരു ഷെയർ നമുക്ക് മേടിക്കണമെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. നമുക്കിപ്പോൾ ഒരു മേടിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിൽ ഒരു ഗുഡ് സിറ്റുവേഷൻ അല്ല നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ മേടിക്കാൻ ഉള്ളൊരു ഗുഡ് സിറ്റുവേഷൻ അല്ല. പി റേഷ്യോ കൂടുതലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കമ്പനി ഒന്ന് ഓവറോൾ സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനി 2008 സ്റ്റാർട്ട് ചെയ്ത ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. കമ്പനി ഒരു ക്ലൗഡ് ബേസ്ഡ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനിക്ക് IPO ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഫണ്ടിൽ 81% അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ടെക്നോളജിക്കൽ ആൻഡ് ക്ലൗഡ് ബേസ്ഡ് എക്സ്പെൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 30.7% വരുന്നത്. കമ്പനിക്ക് 3 വർഷത്തെ കമ്പാരിസൺ നോക്കുമ്പോഴത്തേക്കും 3 വർഷത്തെ നമുക്കൊരു റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ അസറ്റിന്റെ ഗ്രോത്തും കാണാൻ സാധിക്കുന്നു. എബിറ്റയിൽ 2023 2024 എബിറ്റ നെഗറ്റീവ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. എബിറ്റ നെഗറ്റീവ് ആണെങ്കിലും 2025 ആയപ്പോഴത്തേക്ക് പോസിറ്റീവ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ പാറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ 3 വർഷവും കമ്പനിക്ക് നെറ്റ് ലോസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ 2023 321 കോടിയായിരുന്നു. അത് 2024 245 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2025 എത്രയാണ്? 68 കോടിയായിട്ട് കുറഞ്ഞ് നെറ്റ് ലോസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ 40 കൺട്രികളിലായിട്ട് കമ്പനിക്ക് ഓഫീസുകളുണ്ട്. അപ്പം ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.